വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ ദിവസം എൻ്റെ ലൈഫിൽ എനിക്ക് ഏറ്റവും സന്തോഷമുള്ളൊരു ദിവസമാണ്. കാര്യം എന്താണെന്നോ, ഐദോസ് ഇന്ന് ആദ്യമായിട്ട് നഴ്സറിയിൽ പോവാണ്. അവൻ്റെ ഫസ്റ്റ് ഡേ ആണിന്ന്. ആൾക്ക് 2.5 വയസ്സ് കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഇന്ന് പ്രവേശനോത്സവം ആയതുകൊണ്ട് കൊണ്ടുപോയിട്ട് തിരികെ കൊണ്ടുവരാമെന്ന് വിചാരിച്ചു. അവൻ നല്ല എക്സൈറ്റഡ് ആണ് കേട്ടോ, ഞാനും. അപ്പോൾ നന്നായിട്ട് ഒരുങ്ങി റെഡി ആയൊക്കെ നിൽക്കുന്നുണ്ട്. പുതിയ ബാഗൊക്കെ കൈ കിട്ടിയപ്പോൾ അവൻ നല്ല ഹാപ്പി ആയിട്ടോ. അപ്പോൾ ഈ ഒരു ബാഗ് അനിയത്തി വാങ്ങി കൊടുത്തതാണ്. കുറച്ച് നാളായി വാങ്ങിക്കൊടുത്തിട്ട്. ഒരുങ്ങി റെഡി ആയിട്ടിരുന്നിട്ട് ഉപ്പാനെയും വാപ്പാനെയും ഒക്കെ വിളിച്ച് യാത്ര പറയാൻ കേട്ടോ. അങ്ങനെ ദൂരെയുള്ളവരുടെ അനുഗ്രഹമൊക്കെ വാങ്ങിച്ചു യാത്രയൊക്കെ പറഞ്ഞ് ഇനി അടുത്തുള്ളവരോട് പറയണം. ആൾ നല്ല എക്സൈറ്റഡ് ആണ്, ഭയങ്കര ആവേശത്തിലാണ് നിൽക്കുന്നത്. ഇനി അപ്പുറത്ത് മാമിയുടെ അടുത്ത് പറയാനുള്ള ഓട്ടത്തിലാണ് കേട്ടോ. ആ ഒരു പാച്ചിലിനിടയ്ക്ക് എന്തൊക്കെയോ വിളിച്ച് പറയുന്നുണ്ട്. ഐദോസ് നഴ്സറിയിൽ പോണ കാര്യം അറിയാൻ നമ്മുടെ ലൊക്കാലിറ്റിയിൽ ഇനി ആരും ബാക്കിയില്ല. അങ്ങനെ പറഞ്ഞിട്ടാ പോണ കേട്ടോ. അപ്പോൾ ഇനി മുതൽ ഐദോസിൻ്റെ അങ്കത്തട്ട് ഇതാണ്. നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് നഴ്സറി. നടന്നു വരാനുള്ള ദൂരം മാത്രമേ ഉള്ളൂ. ഗേറ്റ് തുറന്നതേ അറിയാവുള്ളൂ. അവൻ അങ്ങ് നടന്നു പോവാണ്. ഞാൻ പുറകിലുണ്ടോ വരുന്നുണ്ടോ ഒന്നും അറിയണ്ട. ചെന്ന് കയറിയ ഉടനെ ഒരു കസേര പിടിച്ച് അങ്ങനെ ഇരിപ്പുണ്ട് കേട്ടോ. ആരെയും നോക്കുന്നില്ല ആശാൻ. ഇത് മെമ്പറിന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്നതാണ്. മോള് മിടുക്കിയായി നല്ല രീതിയിൽ പഠിച്ച് മോളെ ഇഷ്ടത്തിനൊത്ത പഠനം ഏതാണെന്ന് വെച്ചാൽ ആ രീതിയിലേക്ക് അച്ഛനും അമ്മയും വിടണം. എന്റെ മോളെ ഡോക്ടർ തന്നെ ആവണമെന്നും പറഞ്ഞ് വിടരുത്. അവരെ കലാവാസന എന്തിനാണെന്ന് വെച്ചാൽ അവരെ ആ രീതിയിൽ തന്നെ പഠിപ്പിക്കാം. ചിലപ്പോൾ വരയ്ക്കാനായിരിക്കും കഴിവ്. ഈ ഒരു പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തത് ഞങ്ങളുടെ വാർഡ് മെമ്പറാണ് കേട്ടോ. കുട്ടികളോട് അവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഓരോ നല്ല കാര്യങ്ങളൊക്കെ മെമ്പർ പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു. അതുപോലെ തൊപ്പി, പൂക്കള്, പെൻസില്, ബുക്ക്, മിഠായി, ലഡു എല്ലാം കണ്ടപ്പോൾ എല്ലാവരും ഫ്ലാറ്റായി. ഐദുട്ടിക്ക് എന്ത് പറ്റിയെന്നറിയില്ല. തൊപ്പി വെക്കാൻ വിളിച്ചപ്പോൾ പെട്ടെന്ന് ആളെൻ്റെ അടുത്തേക്ക് ഓടി വന്നു കേട്ടോ. ആ തൊപ്പി കയ്യിൽ നിന്ന് പോയതുകൊണ്ടാണോ എന്തോ അറിയില്ല, പെട്ടെന്ന് അവൻ എന്ത് പറ്റിയെന്ന് അറിയില്ല. അതുവരെ നല്ല ആക്റ്റീവായിട്ട് എല്ലാവരോടും സംസാരിച്ച് കളിച്ച് ചിരിച്ചൊക്കെ ഇരിക്കുകയായിരുന്നു. തൊപ്പി തറേണ്ടി വീണുപോയി. മിടുക്കനാവണം കേട്ടാ. പോലീസുകാരനാ, പട്ടാളക്കാരനാ, ടീച്ചറാ, പിന്നെ പായസമൊക്കെ കഴിച്ച് വന്നിരുന്നവർ ഏകദേശമൊക്കെ പോയി കഴിഞ്ഞിട്ടും ഞാൻ കുറച്ച് നേരം കൂടെ അവിടെ വെയിറ്റ് ചെയ്തു കേട്ടോ. കാരണം കുട്ടികളെ ആക്കിയിട്ടാണ് അമ്മമാർ പോയത്. ഐദൂസിൻ്റെ റെസ്പോൺസ് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഇരിക്കാൻ പറഞ്ഞു. എന്നെ ഞെട്ടിച്ചുകൊണ്ട് അവൻ ഓക്കെ പറഞ്ഞു കേട്ടോ. ഉമ്മച്ചി പൊയ്ക്കോ, ഞാൻ പിന്നെ വരാം, കളിച്ചിട്ട് വരാം എന്നൊക്കെ പറഞ്ഞ് ആശാൻ അവിടെ നിന്ന് ഇറങ്ങുന്നേ ഇല്ല. പിന്നെ അവൻ്റെ പ്രായത്തിലുള്ള കൂട്ടുകാരെയൊക്കെ കണ്ടപ്പോൾ അവന് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. അവിടെ നിന്ന് വരുന്നേ ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ ഓരോ കാര്യങ്ങളും കഥകളൊക്കെ പറഞ്ഞ് നൈസായിട്ട് പൊക്കിക്കൊണ്ട് പോരാ ചെയ്തത്. അങ്ങനെ വലിയ കരച്ചിലും ബഹളങ്ങളും ഒന്നുമില്ലാതെ ആ ഒരു ദിവസം നല്ല ഹാപ്പി ആയിട്ട് പോയി. അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യണേ. ബൈ ബൈ.